ഈ കാലഘട്ടത്തിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് ക്രൈസ്തവ സഭ തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കൃത്യമായി ഇപ്പോൾ എടുക്കേണ്ട നിലപാട് എന്താണോ അത് ക്രൈസ്തവ സഭകൾക്കറിയാം. ഇക്കാര്യത്തിൽ മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് അത് CPM-ന്റെ കൃത്യമായി അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നറേറ്റീവാണ്. മുസ്ലിമിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാമെങ്കിൽ എനിക്കതിന് മറുപടിയും പറയാം. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ ഏക സിവിൽ കോഡ് വിഷയത്തിൽ സ്വീകരിക്കുന്ന തിടുക്കത്തിലുള്ള പ്രതികരണത്തിൽ അങ്ങനെ കൃത്യമായി ഇടതുപക്ഷം എവിടേക്കാണ് അടുക്കുന്നത് എന്നുള്ളത് ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ സഭാ വിശ്വാസികൾ ബിഷപ്പുമാരൊക്കെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അവർ തങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടത്തേക്ക്, അതായത് ബിഷപ്പുമാർ അവിടെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, വി ഹാവ് ട്രസ്റ്റ് ഇൻ മോദി എന്നാണ്. പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്ന് ബിഷപ്പുമാർ പറയുന്നുണ്ടെങ്കിൽ, അവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ, ക്രൈസ്തവ സഭാ വിശ്വാസികളായ ആളുകൾ ആ പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ ട്രസ്റ്റിന്റെ ഇഷ്യൂ ആണ്. അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാനായി കുതന്ത്രങ്ങളുമായി ആരൊക്കെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് ഇതൊക്കെ സെൻസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ സഭയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ കൈകടത്തുകയോ അല്ലെങ്കിൽ CPIM കൈകടത്തുകയോ ചെയ്യേണ്ട കാര്യമില്ല. സഭാവിശ്വാസികളായ ആളുകൾക്ക് ഇടയന്റെ അജഗണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ പ്രതികരിക്കും. അതിനെ സ്നേഹവിരുന്നിനെ അപമാനിക്കുക, കേക്കുമായി ചെല്ലുന്നു, മുന്തിരി വാറ്റിയ സാധനം, അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മന്ത്രിയായാലും അല്ലാതെ ഏത് വ്യക്തിയായാലും അങ്ങനെ അപമാനിച്ചാൽ അവർ പ്രതികരിക്കും. കേരളത്തിൽ നിന്നും ഒരു മന്ത്രി തീർച്ചയായും ഉണ്ടാകും. അത് തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു വരുന്ന സുരേഷ് ഗോപി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തൃശ്ശൂർ എന്നല്ല, ഇന്ത്യ തന്നെ എടുത്ത മോദിക്ക് ഇനി എന്ത് തൃശ്ശൂർ? അപ്പോൾ ഇന്ത്യ തന്നെ ആ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും കയ്യിലാണ്. നന്നായി അവർ ഭരിക്കുന്നുണ്ട്, സെക്കൻഡ് ടേമും കിട്ടി. അപ്പോൾ തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി വരുന്നത് ഇതാദ്യത്തെ തവണയല്ല. അപ്പോൾ തൃശ്ശൂരിലേക്ക് വരുന്നു. അവിടെ നടക്കാൻ പോകുന്നത് സ്ത്രീ ശക്തി സംഗമമാണ്. നാരീശക്തൻ വന്ദൻ നിയമം അത് പാസ്സാക്കിയതിന് ശേഷമാണ്, മറ്റൊരു പോൾ പ്രോമിസ് കൂടി ഡെലിവർ ചെയ്തതിന് ശേഷമാണ് സ്ത്രീകളുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി നരേന്ദ്രമോദി വരുന്നത് എന്നുള്ളതാണ് ഈ വിസിറ്റിന്റെ പ്രത്യേകത. തൃശ്ശൂർ അടക്കമുള്ള കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുക്കുന്നു. തൃശ്ശൂരിൽ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. നമുക്കറിയാം, പലയിടങ്ങളിലും BJP-യുടെ വിജയം ഉറപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിൽ, സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിലൊക്കെ നിർണായകമായത് സ്ത്രീ വോട്ടർമാരാണ്. സ്ത്രീ വോട്ടർമാരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ചത്. 2019 അത് സംഭവിച്ചതാണ്. ഈ വനിതാ സംവരണ ബിൽ യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുന്നതിനായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് ആ പാർട്ടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് യുവം എന്ന പേരിൽ യുവാക്കളുടെ ഒരു സംഗമം വിളിച്ചു ചേർത്തത്. അതിനുശേഷം ഇപ്പോൾ സ്ത്രീകളുടെ ഒരു സംഗമം വിളിച്ചു കൂട്ടുന്നു. യുവാക്കളും സ്ത്രീകളും അടങ്ങുന്നതാണ് ഇന്ത്യയുടെ ശക്തി എന്ന് പ്രധാനമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീകളെ കൊണ്ടുവരാനാണ് അല്ലെങ്കിൽ അതിൽ പങ്കെടുപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. അത് തന്നെ കൃത്യമായ ഒരു പൊളിറ്റിക്സ് ആണ്. കാരണം പല മേഖലകളിൽ നിന്നുള്ള സ്ത്രീകൾ, അതിൽ ഒരു ഇൻഡിസിസീവായുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കേഡർ വോട്ടർമാരല്ലാത്ത സ്ത്രീകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഈ പരിപാടിയിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ പരിപാടിയുടെ ഒരു ഹൈലൈറ്റായി ഞാൻ കാണുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു സ്വാശ്രയത്വത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അതേക്കുറിച്ചായിരിക്കും പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നത്. അതുവഴി കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ കൂടുതലായി പാർട്ടിയിലേക്ക് അടുപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും BJP-ക്ക് സ്വാഭാവികമായും ഉണ്ടാകും. വിവിധ തുറകളിൽ മികവ് തെളിയിച്ച വനിതകളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുക. കായിക രംഗത്ത് നിന്ന് നമ്മുടെയൊക്കെ അഭിമാനമായ മിന്നുമണി, വൈക്കം വിജയലക്ഷ്മി, മറിയക്കുട്ടി തുടങ്ങിയവരൊക്കെ വേദിയിൽ ഉണ്ടാകും. മറിയക്കുട്ടി ആ വേദിയിലേക്ക് വരികയാണെങ്കിൽ അത് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പിച്ചച്ചട്ടിയും എടുത്തു നിൽക്കുന്ന മറിയക്കുട്ടിയെ കോൺഗ്രസ് ആക്കി CPIM പരിഹസിക്കുമ്പോൾ സുരേഷ് ഗോപിക്കൊപ്പം മറിയക്കുട്ടി നിൽക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടാൻ പോകുന്നത്. അപ്പോൾ മറിയക്കുട്ടി ആ വേദിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് കൊണ്ടുവരുന്ന ചാം അതൊന്ന് വേറെ തന്നെയായിരിക്കും. കാരണം പെൻഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തിയ മറിയക്കുട്ടിയെ വേദിയിലേക്ക് എത്തിക്കുക, അതും നരേന്ദ്രമോദിക്കൊപ്പം എത്തിക്കുക, നാനാ തുറകളിലും പെട്ട സ്ത്രീകളെ ഷോക്കേസ് ചെയ്യുക, അതിലൂടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് അത് കേരളവും അധിക ദൂരമല്ല എന്നത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് വരുന്നത്. സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത്. നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തും എടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്.